വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരീഡ് ലൈഫാണ്. അതായത് മാരീഡ് ലൈഫ് എന്നാൽ ബേസിക്കലി എന്താണ്? പലപ്പോഴും നമ്മൾ മാരീഡ് ലൈഫിലോട്ട്, വിവാഹ ജീവിതത്തിലോട്ട് എത്തുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊരു ഫാൻസി ടൈപ്പ് ഓഫ് തിങ്കിങ്ങും കോൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും മാരീഡ് ലൈഫിൽ എത്തിപ്പെടുന്നത്. അതായത് ഫിലിംസും സീരിയൽസും റൊമാൻറ്റിക് ഫിലിംസൊക്കെ കണ്ട് ആ ഒരു കോൺസെപ്റ്റൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു വിവാഹ ജീവിതത്തിലോട്ട് കിടക്കുന്നത്. അതായത് റിയലിസ്റ്റിക് അല്ലാത്ത ഒരുപാട് ഡ്രീംസ് കൊണ്ടാണ് നമ്മൾ വിവാഹ ജീവിതത്തിലോട്ട് എത്തിപ്പെടാറ് എന്നുള്ള, അല്ലെങ്കിൽ അതിലോട്ട് ഒരുങ്ങാറ് എന്നുള്ളതാണ്. ആരും തന്നെ നമുക്ക് വിവാഹ ജീവിതം എന്നാൽ എന്ത്, അതിൻ്റെ റിയലിസ്റ്റിക് സൈഡ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പലപ്പോഴും സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യാറില്ല എന്നുള്ളതും, അതുപോലെ തന്നെ മെയിൽ സൈക്കോളജി ആൻഡ് ഫീമെയിൽ സൈക്കോളജി അതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്ന്, അവരുടെ തിങ്കിങ് പാറ്റേണും അവരുടെ ലവ് അക്സെപ്റ്റൻസും ഇതൊന്നും നമുക്ക് പറഞ്ഞു തരാതെയാണ് പലപ്പോഴും നമ്മൾ വൈവാഹിക ജീവിതത്തിലോട്ട് എത്തിപ്പെടുന്നത്. ഓക്കെ, അത് നമുക്ക് വേറൊരു ടോപ്പിക്കുകളുമായിട്ട്, നമുക്ക് സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക്കുമായിട്ട് വരാം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ. പക്ഷേ ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് ബേസിക്കലി വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ സംതൃപ്തി, ദ സാറ്റിസ്ഫാക്ഷൻ ഇൻ എ മാരീഡ് ലൈഫ്, ആ ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ ഫോക്കസ് കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആനന്ദം അല്ലേ, നമ്മുടെ ലൈഫിലൊരു ആനന്ദം, ഒരു പ്ലഷർ ഉണ്ടാവണം അല്ലേ. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാന ബേസിക് നീഡായിട്ടാണ് വിവാഹ ജീവിതം കിടക്കുന്നത്. വിവാഹ ജീവിതത്തിലെ ഒരു സംതൃപ്തി നമ്മൾക്ക് മനുഷ്യൻ്റെ ഒരു ബേസിക് നീഡാണ്. അത് ചുമ്മാ ഒരു നീഡല്ല, അത് വേറെ ആർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പലരും അത് തേടി പലയിടങ്ങളിലൊക്കെ പോകാറുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ നമ്മളെ മോറലി അത് നമ്മളെ ബാധിക്കുകയും പിന്നീട് അതിൽ കിട്ടുന്ന ഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ ഒരുപാട് മാനസികമായിട്ടുള്ള ആഘാതങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ ഒരു സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു ആനന്ദത്തിൻ്റെ ഒരു മൊമെൻ്റ് തന്നെയാണ് എന്നുള്ളത് ആദ്യം പറയട്ടെ. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്ലഷർ അല്ലെങ്കിൽ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഭാര്യ ഭർത്താവ് ബന്ധം വൈകാരികമായിട്ട് വഷളാവുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്കിടയിൽ വലുതാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പ്രോബ്ലം നമ്മൾ അതായത് ചെറുതായിട്ട് തുടങ്ങുകയും പിന്നെ അത് വലുതായി അത് വഷളാവുകയും ചെയ്യുന്നതിൻ്റെ മെയിൻ പ്രോബ്ലം വി മേ ഫീൽ ഡിസാറ്റിസ്ഫൈഡ് ഇൻ ആ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. കാരണം നമ്മൾ മെൻ്റലി നെഗറ്റീവ് സൈഡിലോട്ട് ഫോക്കസ് ചെയ്യുകയും നമ്മുടെ ഒപ്പമുള്ള ആളുടെ പോസിറ്റീവ് സൈഡ്സ് ഒന്നും തന്നെ കാണാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് നമ്മളെ മനസ്സിനെ കൊണ്ടെത്തിക്കും. കാരണം എന്താണ്, നമ്മൾ ഫാൻറ്റസി ചെയ്ത റിയലിസ്റ്റിക് ലൈഫിൽ നിന്നും തീർത്തും വ്യത്യസ്തപ്പെട്ട ഒരു ലൈഫായിരിക്കും നമ്മളുടെ മുന്നിൽ റിയലിസ്റ്റിക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മൾക്ക് സംഭവിക്കാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവിതത്തിനെ ബാധിക്കും. എസ്പെഷ്യലി മക്കൾ അല്ലേ, മക്കളും അതുപോലെ തന്നെ പ്രായം ചെന്ന പാരൻസോ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റിവിറ്റി, ഈ ഒരു അസംതൃപ്തി, ഈ ഒച്ചയും ബഹളവും അസംതൃപ്തികളും എല്ലാം തന്നെ ചുറ്റുമുള്ള ആളുകളെയും ബാധിക്കുമെന്നുള്ളതാണ്. ഇനി ചുറ്റുമുള്ള ആളുകളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി സപ്രസ് ചെയ്ത് വെക്കുന്നവരും ഒരുപാട് പേരുണ്ട്. എൻ്റെ മാതാപിതാക്കൾ വിഷമിക്കരുത്, എൻ്റെ കുട്ടികളെ വിഷമിക്കരുത് എന്ന് ചിന്തിച്ച് സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരും ഒരു പരിധി വരെ മാത്രമേ നിങ്ങൾക്കത് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരും. കാരണം എന്താണ്, ഇൻസൈഡ് കം ഔട്ട് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് അല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തോട്ട് വരികയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും, എൻ്റെ പാരൻസ് അവരൊരിക്കലും സംതൃപ്തി ഉള്ളവരല്ല എന്നുള്ളൊരു ഫീലിംഗ് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ എൻ്റെ മക്കൾ പരസ്പരം സംതൃപ്തിയിലല്ല ജീവിക്കുന്നതെന്ന് മാതാപിതാക്കൾക്കും ഒക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തോട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്യുക. ഇമോഷണലി അല്ല ഡീൽ ചെയ്യേണ്ടത്, സപ്രസ് ചെയ്തിട്ടല്ല ഡീൽ ചെയ്യേണ്ടത്. പകരം അതിൻ്റെ
സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രാറ്റജിക്കൽ മെത്തേഡിലൂടെ നിങ്ങൾ അതിനെ ഡീൽ ചെയ്യാൻ പഠിക്കുക. ഒന്ന്, ഫിസിക്കൽ അബ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ വിക്ടിമൈസ്ഡ് മെൻറ്റാലിറ്റിയിലോട്ട് നിങ്ങൾ തന്നെ നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോട് പറയാം, വീട്ടുകാർ അതിനു വേണ്ടി കോപ്പറേറ്റ് ചെയ്യുന്നില്ല, തീർച്ചയായിട്ടും അതിന് നമ്മളുടെ നാട്ടിൽ നിയമ വ്യവസ്ഥകളുണ്ട്. അപ്പം അതൊക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഉണ്ടാവും, അവരിലൂടെയൊക്കെ കാര്യങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരു തരം ഫിസിക്കൽ അബ്യൂസുള്ള റിലേഷൻഷിപ്പിലൊന്നും നിന്നോളണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ദാറ്റ്സ് അനദർ കേസ്. ബട്ട് ഇമോഷണൽ സൈഡിൽ വരുമ്പോൾ, ഇമോഷണൽ കാര്യങ്ങളിലോട്ട് നമ്മൾ കാര്യങ്ങൾ എത്തിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് പ്രൊഫഷണൽ ഹെൽപ്പുകൾ തേടാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കപ്പിൾ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങോ ഒക്കെ എടുത്ത് ബിഹേവിയറൽ തെറാപ്പീസൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കാനും ഈ ലൈഫ് കൊണ്ട്, അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവരികയും ഒക്കെ വേണം. അതിനുവേണ്ടി ആദ്യം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലും ഒരുപാട് പ്രശ്നങ്ങൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വരാറുണ്ട്. ബേസിക്കലി അവരെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയിം ചെയ്യുകയും ബ്ലെയിം ചെയ്യുകയും ജഡ്ജ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഷൗട്ട് ചെയ്തുകൊണ്ടൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെയല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്. പകരം നിങ്ങൾ ശാന്തമായി ഇരുന്ന് വളരെ കാമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ട് വേണം നിങ്ങൾ അതിനു വേണ്ടി സംസാരിക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ പരസ്പരം ഒരു ധാരണയിൽ എത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇരിക്കേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ എപ്പോഴും എനിക്കൊന്നും കിട്ടിയിട്ടില്ല ലൈഫിൽ നിങ്ങളുമായിട്ട് ജീവിച്ചിട്ട് എന്നുള്ളൊരു തീരുമാനത്തിലെത്താണ്ട് പകരം അവരുടെ പോസിറ്റീവ് സൈഡിൽ എന്തൊക്കെ ഗുണങ്ങളും എന്തൊക്കെ പോസിറ്റിവിറ്റിയും എനിക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മാത്രമേ അക്സെപ്റ്റബിൾ ആവുള്ളൂ. അല്ലാത്ത പക്ഷം ഡിഫെൻസ് മെക്കാനിസത്തിലോട്ട് പോവുകയും അവിടെ വീണ്ടും അടുത്തൊരു ഫൈറ്റിന് തുടക്കം കുറിക്കുകയും ചെയ്യും. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് അറിയാത്തൊരു കാര്യമായിരിക്കാം മിക്ക പേർക്കും, അതായത് ഒരു മെയിലിന്, അതായത് ഒരു ഹസ്ബൻഡിന് നമ്മൾ ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ ഹസ്ബൻഡിൻ്റെ മുന്നിലോട്ട് ഒരു പ്ലേറ്റിൽ നമ്മൾ ബഹുമാനവും സ്നേഹവും, റെസ്പെക്റ്റ് ആൻഡ് ലവ് ഒരു പ്ലേറ്റിൽ നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് കൊടുത്താൽ അവരാദ്യം അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് ബഹുമാനമായിരിക്കും, അതായത് റെസ്പെക്റ്റ് ആയിരിക്കും. ഓക്കെ, കാരണം അവർ റെസ്പെക്റ്റ്ഫുള്ളി അല്ലാണ്ട് അവരോട് സംസാരിക്കുന്നത് അവർ ആക്സെപ്റ്റ് ചെയ്തോളണം എന്നില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ റിലേഷൻഷിപ്പ് ആക്ച്വലി നിങ്ങളുടെ ഇമോഷണൽ അതായത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുക. റെസ്പെക്റ്റിൽ ചില ഭാര്യ ബന്ധങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, എടാപ്പോടാ റിലേഷൻഷിപ്പൊക്കെ കാണാറുണ്ട്. കാരണം അത്രയും ഡീപ്പായിട്ട് ഇമോഷണലി ഇൻവോൾവ് ആയിരിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായി കാണുന്നുണ്ടാവില്ല. പക്ഷേ അത്രയും ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ ഡിസ്റെസ്പെക്റ്റ് കൊണ്ട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ബഹുമാനമില്ലാണ്ട് അവരോട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ തനതായിട്ടുള്ള നേച്ചർ അതിനൊരിക്കലും സഹായിക്കില്ല എന്നുള്ളതും അത് നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസിലോട്ട് എത്തുകയും ചെയ്യും. ഇനി ഒരു സ്ത്രീയുടെ മുന്നിലോട്ട്, അതായത് ഒരു ഭാര്യയുടെ മുന്നിലോട്ട് ഒരു പ്ലേറ്റിൽ നമ്മൾ ബഹുമാനവും അതുപോലെ തന്നെ സ്നേഹവും കൊണ്ടുകൊടുത്താൽ അവരാദ്യം അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് സ്നേഹമായിരിക്കും. കാരണം എന്താണ്, അവരുടെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി അവർക്ക് കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് വാക്കുകളാണ് ഏറ്റവും കൂടുതൽ വലുതായി കാണുന്നത്. അതായത് വാക്കുകളിലൂടെയുള്ള സ്നേഹം വേറെ എന്തിനേക്കാൾ കൂടുതൽ അവർക്ക് കേൾക്കേണ്ടത് വാക്കുകളാണ്. വാക്കുകളിലൂടെയാണ് അവരെ മനസ്സിൽ ഇടം തേടുക. അപ്പോൾ നമ്മൾ അവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും സ്നേഹത്തോടെ അവരെ പെരുമാറുകയും, അതായത് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കർമ്മങ്ങളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരതിലൂടായിരിക്കും കൂടുതൽ സബ്മിസീവായി. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല അബ്യൂസീവ് റിലേഷൻഷിപ്പിലും സ്ത്രീകൾ നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല സമയത്ത് കൊടുക്കുന്ന വാക്കുകളുടെ ഊർജ്ജമാണ്. അവരെത്ര തന്നെ ഇവരെ ചതിച്ചാലും അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിയാലും ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ സ്ത്രീക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് നല്ല വാക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മറന്നുകൊണ്ട് ഈ സ്ത്രീ, അതായത് ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഇവരുടെ കൂടെ തന്നെ ജീവിക്കുന്നത് കാണാൻ കഴിയാറുണ്ട്. കാരണം എന്താണ്, കാരണം വാക്കുകളുടെ ആ ഒരു പവർ ഈ സ്ത്രീയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാക്കുകൾ തന്നെയാണ്
നിങ്ങളുടെ പാർട്ട്ണറിന്, അതായത് ഭാര്യയ്ക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് നല്ല രീതിയിൽ പ്രശംസിച്ചുകൊണ്ടും നല്ല രീതിയിൽ അവരെ സ്നേഹത്തോടെ ജസ്റ്റേഴ്സ്, ലവ് ജസ്റ്റേഴ്സ്, എക്സ്പ്ലിസിറ്റ് ലവ് ജസ്റ്റേഴ്സാണ് കാണിക്കേണ്ടത്. അപ്പം അത് ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു കാര്യം നിങ്ങൾക്ക് അവരിൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾ അവരോട് നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കറക്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു പാറ്റേൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവിൻ്റെ മാത്രം കാര്യമാണെന്ന് വിശ്വസിച്ച് അത് എൻ്റെ ജീവിതമല്ലേ, ഞങ്ങളുടെ ജീവിതമല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സമൂഹത്തിൻ്റെ, ഒരു കമ്മ്യൂണിറ്റീൻ്റെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ജനറേഷൻ്റെ കൂടി അവകാശമായിട്ട് മാറുകയാണ് നിങ്ങളുടെ വിവാഹ ജീവിതം. കാരണം എന്താണ്, നിങ്ങളിലൂടെ പിറക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കെയർ ഗീവേഴ്സായിട്ട് നിൽക്കുന്ന കുട്ടികളുടെയോ അതുപോലെ തന്നെ മാതാപിതാക്കളുടെയൊക്കെ മെൻ്റൽ ഹെൽത്തിനെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്. അവരുടെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം എന്താ പറയുക, പ്രയാസപ്പെടുന്ന ഒരവസ്ഥകളൊക്കെ, വഷളാവുന്ന അവസ്ഥകളിലോട്ടൊക്കെ നമ്മൾ ധാരാളമായിട്ട് കൗൺസിലിംഗ് മേഖലയിലോട്ട് അവർ കടന്നു വരികയും അവർ സംസാരിക്കുന്നത് അച്ഛനമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ അവർ കണ്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുകൊണ്ട് തന്നെ മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ഇതൊരു കോർ ബിലീഫായിട്ട് കൊണ്ടു കിടക്കുകയും ചെയ്യുന്ന ഒരുപാട് ടീനേജേഴ്സിനെയും മറ്റുള്ളവരെയൊക്കെ കാണാറുണ്ട്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളൊരു വിവാഹ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതൊരു ഫാൻറ്റസിയാണ്, നന്നായിട്ട് ഒരുങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ഒരു ഡേ അവിടെ നമ്മൾ തുടങ്ങുകയാണ്. ലൈഫ് അടിപൊളിയുടെ ഒരു ലൈഫ് ഇല്ല. ലൈഫ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതേഴ്സ് എന്നുള്ളതാണ്. രണ്ട് പേഴ്സണാലിറ്റീസിൻ്റെ ഒരു സംഗമം കൂടിയാണ്, രണ്ട് കുടുംബങ്ങളുടെ നറിഷ്മെൻറ്റിൻ്റെ ഒരു സംഗമം കൂടിയാണ് വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റേക്കാവുന്ന കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്, അതായത് റെസിപ്രോസിറ്റി എന്ന് പറയും. അതായത് ഈച്ച് പാർട്ട്ണർ ഫീലിംഗ് ഏബിൾ ടു ഷെയർ ദെയർ നീഡ്സ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ ഷെയർ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ആവശ്യങ്ങളെ മറ്റൊരാളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പാർട്ട്നേഴ്സിൻ്റെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് റെസ്പെക്റ്റ്ഫുൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവരുടെ മുന്നിൽ ഒരാളെ അവഹേളിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇമോഷണൽ റെസിപ്രോസിറ്റി എന്ന് പറയും, അതായത് എമ്പതി ആയാലും സിമ്പതി ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കാണിക്കുക എന്നുള്ളത്, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ ജീവിതത്തിനെ നല്ല രീതിയിലോട്ട് കൊണ്ടുവരാനും ഇപ്പോൾ കഴിഞ്ഞു പോയ പ്രശ്നങ്ങളെയൊക്കെ മറന്ന് മുന്നോട്ട് ജീവിതം നയിക്കണമെങ്കിൽ എങ്ങനെ എൻ്റെ വിവാഹ ജീവിതത്തിൽ വാട്ട് ആർ മൈ എക്സ്പെക്റ്റേഷൻസ് എന്നുള്ള ഒരു കാര്യം, ഒരു ഡെഫിനിഷൻ നിങ്ങൾ പരസ്പരം അറിയിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തി, ഇനി നിങ്ങൾ പരസ്പരം സംസാരിച്ചാൽ അതൊരു വല്ലാത്ത തലത്തിലോട്ടാവുമെങ്കിൽ ഒരു തേർഡ് പേഴ്സണെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന പ്രൊഫഷണൽ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ആവാം, പ്രൊഫഷണൽ ആവുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ അച്ഛനമ്മ ഇവരുടെ ഒരു വിസ്ഡം അവരുടെ ഒരു വിസ്ഡം ഉണ്ടാവും. ഉൾക്കാഴ്ചയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നിങ്ങളുടെ സീക്രട്ടുകൾ അറിഞ്ഞാൽ പുറത്തോട്ട് അത് പബ്ലിഷ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിവാഹ ജീവിതം, മാനസികപരമായിട്ട് ആനന്ദം കിട്ടുന്ന ഒരു വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് വേറൊരു സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക്കുമായിട്ട് വരാവുന്നതാണ്. താങ്ക് യു.